അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അള്ളാഹുവിൻ്റെ ഒരു അടിമക്ക് ഒരു പ്രധാന ആവശ്യം അള്ളാഹുവിലേക്ക് നീട്ടണം. അല്ലെങ്കിൽ അവന് വല്ല പ്രയാസത്തിലും അകപ്പെട്ട വല്ല മുസീബത്തിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പാതിരാ നേരത്ത് വുളു എടുത്ത് ഈ ഒരു അമലിനെ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ ഒരു കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കും. അത്രയും മഹത്തായിട്ടുള്ള വളരെയധികം ഫലങ്ങളുള്ള ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാവരും കഴിയുമെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്തിനെ ഏതൊരാൾക്കും എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഉചിതമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാതിരാ നേരത്ത് എണീറ്റ് ഈ രീതിയിൽ പറയുന്ന രീതിയിൽ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക. യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരാൻ അത് കാരണമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസ് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ആദ്യമായിട്ടാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ചെയ്യുക. ഞാൻ ഇത്തരത്തിൽ ഗുണകരമാകുന്ന അറിവുകൾ ഇടുന്നത് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കാരണമായേക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായിട്ടുള്ള ഷാബാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സകലമാന പ്രശ്നങ്ങളെയും സകലമാന പാപങ്ങളെയും പുറത്ത് മാപ്പാക്കി തരട്ടെ. എന്ത് പ്രശ്നങ്ങളാണോ ബുദ്ധിമുട്ടിനാലാണോ റബ്ബ് നമ്മളെ ഇടങ്ങേറാക്കുക, അതേപോലെ തന്നെ ഏത് പ്രയാസത്തിലാണോ റബ്ബ് നമ്മളെ ഇട്ടിരിക്കുന്നത് ആ പ്രയാസത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു പ്രധാന ആവശ്യം ജീവിതത്തിലേക്ക് വന്നിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു കുറി പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ തൻ്റെ കടം പെട്ടെന്നൊന്ന് വീടി കിട്ടണം, അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിൽ ഒരു വർധനവ് വരണം, തൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ തൻ്റെ മകൻക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ രോഗത്തിൽ നിന്നൊരു ശമനം വേണം. ഇത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ എന്തെങ്കിലും വലിയൊരു ആവശ്യം നമ്മുടെ മുമ്പിൽ വന്നിക്കുകയാണ്, വല്ല പ്രയാസത്തിലും നമ്മൾ കുടുങ്ങിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേസുകളിൽ പെട്ടിക്കുകയാണ്, അതും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുടുക്കിക്കുകയാണ്, നമ്മൾ വല്ല ജയിലിലും കിടക്കുകയാണ്. ഇത്തരത്തിലൊക്കെ വല്ല പ്രയാസത്തിലും അകപ്പെടുകയാണ്, വല്ല ബുദ്ധിമുട്ടിലും അകപ്പെടുകയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ചില സംസാരം കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാവും അല്ലേ. അത്തരത്തിലൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വല്ല മുസീബത്തുകളും നമ്മളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പാതിരാ നേരത്ത് അവൻ നല്ല രീതിയിൽ എണീറ്റ് കഴിയുമെങ്കിൽ ആ വസ്ത്രമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ വുളു എടുക്കുക. നല്ല രീതിയിൽ വുളുവിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ച് വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ആ നിസ്കാര ശേഷം കിബിലക്ക് മുന്നിട്ടിരുന്ന് 1000 തവണയാണ് ഈ ഒരു സ്വലാത്തിന് ചൊല്ലേണ്ടത്. എന്നാൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവൻ ഇത് ചൊല്ലിയിരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കും, പ്രയാസത്തെ അകറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ആ മഹത്തായിട്ടുള്ള സ്വലാത്ത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന വ മൗലാന മുഹമ്മദ് സ്വലാത്തൻ തഹുല്ലു ബിഹാ ഉഖദതി വ തുഫരിജു ബിഹാ കുർബതി വ തുൻഖിദുനി ബിഹാ മിൻ വഹലതി വ തുഖീലു ബിഹാ അസറതി വ തഖ്ലി ബിഹാ ഹാജതി. ഇതാണ് ആ മഹത്തായിട്ടുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ സ്വലാത്തൻ തഹുല്ലു ബിഹാ ഉഖദതി വ തുഫരിജു ബിഹാ കുർബതി വ തുൻഖിദുനി ബിഹാ മിൻ വഹലതി വ തുഖീലു ബിഹാ അസർതനി വ തഖ്ലി ബിഹാ ഹാജതി. ഇതാണ് ആ മഹത്തായിട്ടുള്ള സ്വലാത്ത്. ഈ സ്വലാത്തിനെ നമ്മളുടെ ആവശ്യത്തെ നിയ്യത്താക്കി 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം പടച്ചോൻ്റെ ആ ഒരു തിരുസന്നിധിയിലിരുന്ന് കിബിലക്ക് തിരിഞ്ഞ് 1000 തവണ ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, തിങ്കളാഴ്ച രാവ്, ഇത് ഷാബാനിലെ ഓരോ ദിനരാത്രങ്ങളിലും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മഹത്തായിട്ടുള്ള പുണ്യമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു അമലിനെ നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ദിക്റുകൾ വേണം, സ്വലാത്തുകൾ വേണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കഴിയുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിൽ എഴുതി വിട്ടു കൊടുക്കാറുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അള്ളാഹ് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്തരത്തിൽ പുതുതായിട്ടിടുന്ന അറിവുകളെ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ അത് കാരണമായേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.